അകാലത്തിൽ നമ്മെ വിട്ടുപോയ വോക്കിൻ്റെ പ്രിയ ബന്ധുജനങ്ങൾ, മൺമറഞ്ഞുപോയ നാട്ടിലെ പ്രമുഖരായിരുന്ന വ്യക്തികൾ, ഇവരുടെ ദേഹവിയോഗത്തിൽ വോക്ക് പ്രണാമമർപ്പിക്കുന്നു. ഒപ്പം വോക്കിൻ്റെ ധനസഹായത്തോടൊപ്പം ഒരു നാട് മുഴുവൻ കൈകോർത്ത് നിന്നിട്ടും മരണത്തിന് പിടികൊടുക്കേണ്ടി വന്ന മോറാഴിയിലെ നവജാത ശിശുവിൻ്റെ വേർപാടിലും വോക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ കീഴറ ഗ്രാമഭംഗിയിൽ മനം മയക്കുന്ന ഒരു പൂർവ്വകാലം നമ്മുടെ നാടിനുണ്ടായിരുന്നു. കൈപ്പാടുകളും പുഴകളും വയലേലകളും കുന്നുകളും കൊണ്ട് സമ്പന്നമായ പൂർവ്വകാലം. കൃഷിപ്പണിയുടെ താളം ഹൃദയതാളമായി കൊണ്ടുനടന്നിരുന്ന, ഋതുഭേദങ്ങൾ കൃത്യമായി വന്നുപോയിക്കൊണ്ടിരുന്ന, നാട്ടുപഴമയുടെ തനിമ ചോരാത്ത വസന്തകാലം. പുരോഗതിയുടെ പേര് പറഞ്ഞും നമ്മുടെ ജീവിത തിരക്കിലും നാം പലതും മറന്നു. എങ്ങും ആഘോഷങ്ങൾ, ആർഭാടങ്ങൾ, സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ. നാടിൻ്റെ നിർമ്മിതിയിൽ പങ്കുചേരേണ്ട യുവത്വം പോലും ചേരിതിരിഞ്ഞ് പല വഴികളിലേക്ക് തിരിയുന്ന ദുരിതവർത്തമാനത്തിൽ മനം നൊന്ത് കുറച്ചു ചെറുപ്പക്കാർ ഒത്തുചേരുകയായിരുന്നു. വ്യത്യസ്തമായ രീതിയിൽ എന്തു ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സമാന ചിന്താഗതിക്കാരായ 8 പേർ വിദേശത്തുള്ള 4 പേരുമായി പലവട്ടം പല ഘട്ടങ്ങളായി നടത്തിയ ചർച്ചകൾക്ക് ഒരു ഏകരൂപം കൈവരികയായിരുന്നു. 2016 ഏപ്രിൽ 3 ചാലിൽ ബ്രദേഴ്സ് എന്ന പേരിൽ ഈ കീഴറ ദേശത്ത് ഒരു സംഘടന കൂടി പിറവിയെടുത്തു. വിഷുത്തലേന്ന് 5 കുടുംബങ്ങൾക്ക് വിഷുക്കിറ്റ് നൽകിക്കൊണ്ട് ചാലിൽ ബ്രദേഴ്സ് വരവറിയിച്ചു. തുടർന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ കൂടുതൽ പേർ സംഘടനയുടെ ഭാഗമായതോടെ ചാലിൽ ബ്രദേഴ്സ് പേരിൽ മാറ്റം വരുത്തി വോക്ക് കീഴറ അഥവാ വോയ്സ് ഓഫ് ചാലിൽ വയൽ കീഴറ എന്ന പേരിൽ പ്രവർത്തനം തുടരുകയായിരുന്നു. ഏപ്രിൽ 20 വാടക കെട്ടിടത്തിൽ ഒരു ഓഫീസ് ശ്രീ ടി ഗോവിന്ദൻ നമ്പ്യാർ ഉദ്ഘാടനം നിർവഹിച്ചു. 8 വർഷം നീണ്ടു നിൽക്കുന്ന വോക്കിൻ്റെ പ്രയാണം അന്നു മുതൽ ആരംഭിക്കുകയായിരുന്നു. മനുഷ്യത്വം മുറുകെ പിടിച്ചുകൊണ്ട് നാടിൻ്റെ ശബ്ദമായി മുന്നോട്ടേക്ക്. അതൊരിക്കലും നാട്ടിൽ നിന്നും ധനശേഖരണം നടത്തിക്കൊണ്ടായിരുന്നില്ല. സ്വന്തം കാലിൽ നിന്നുകൊണ്ടുള്ള സ്വതന്ത്രമായ സാമൂഹ്യ പ്രവർത്തനം. ആത്മസംതൃപ്തിയുടെ 8 വർഷങ്ങൾ. ഇടവഴികളും നടവഴികളും തോടുകളും പുഴകളും വരെ കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിലുകൾ കണ്ട് തരിച്ചു നിന്നവരാണ് നമ്മൾ. മലവെള്ളപ്പാച്ചിലിൽ എത്രയോ ജീവൻ പൊലിഞ്ഞു. കുട്ടികളും മുതിർന്നവരുമടക്കം നീന്തലറിയാത്തവർ ധാരാളമുണ്ടെന്ന തിരിച്ചറിവ് ഞങ്ങളെ ആ വഴിക്ക് തിരിച്ചുവിട്ടു. ഒരു കാലത്തെ ബാല്യ കൗമാര യൗവനങ്ങൾ നീന്തിത്തുടിച്ച മഠത്തിലെ കുളം വൃത്തിയാക്കി നീന്തൽ പരിശീലനത്തിന് സജ്ജമാക്കി. തികച്ചും സൗജന്യമായ നീന്തൽ പരിശീലനം. 8 വർഷവും 1000-ലധികം കുട്ടികളെ അന്തർദേശീയ നീന്തൽ താരം ശ്രീ കെ മോഹനൻ അവർകളും വോക്കിൻ്റെ പ്രവർത്തകരും ചേർന്ന് പരിശീലിപ്പിച്ച് മെമൻറ്റോയും സർട്ടിഫിക്കറ്റും നൽകിയതുവഴി വോക്ക് നാടിൻ്റെ ഹൃദയം തൊട്ടറിയുകയായിരുന്നു. ഇതോടൊപ്പം പയ്യന്നൂർ ഫയർഫോഴ്സ് ആധുനിക രീതിയിലുള്ള നീന്തൽ, സ്കൂബ ഡൈവിംഗ്, മുങ്ങിമരണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം തുടങ്ങിയ പരിപാടികളുമായി വോക്കിനൊപ്പം തന്നെ നിന്നു. നമ്മുടെ നാടിൻ്റെ 2 പ്രധാന ക്ഷേത്രങ്ങളാണ് കീഴറ കൂലോം ഭഗവതി ക്ഷേത്രവും ആച്ചനാട്ട് മഹാദേവ ക്ഷേത്രവും. മഹാമാരിയുടെ നാളുകൾ മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ കളിയാട്ടക്കാലത്ത് കുംഭം 3-6 തീയതികളിൽ സൗജന്യ ദാഹജല വിതരണം നടത്തിയത് ഒരു പുണ്യമായി ഞങ്ങൾ കാണുകയാണ്. ചൂട് കൂടിക്കൂടി വരുന്ന പുതിയ കാലത്ത് ഇത്തരം നാട്ടുനന്മകൾ മറ്റ് സംഘടനകൾക്ക് കൂടി ഒരു പ്രചോദനമായി തീരുമെങ്കിൽ
അതിൽ പരം എന്ത് സന്തോഷമാണ് നമുക്ക് വേണ്ടത്? കൂടാതെ കളിയാട്ടക്കാലങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടാതിരിക്കുവാൻ വിവിധ സ്ഥലങ്ങളിൽ ഓല കൊണ്ട് മെടഞ്ഞ കൊട്ടകൾ സ്ഥാപിച്ചു. ഭാഗവത സപ്താഹവേളയിൽ കുട്ടികളുടെ കീർത്തനാലാപനവും അമ്മന്നൂർ രജനീഷ് ചാക്യാരുടെ കൂത്തും ഒരു പ്രൊഫഷണൽ നാടകവും ഭഗവതിയുടെ തിരുസന്നിധിയിൽ വോക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആച്ചനാട്ട് ശിവക്ഷേത്രത്തിലും ശിവരാത്രി വേളയിൽ ചുക്കുകാപ്പി വിതരണവും നടത്തുകയുണ്ടായി. നൃത്തപരിശീലനം നടത്തി ശിവരാത്രി നാളിൽ അരങ്ങേറ്റം നടത്തുകയും ചെയ്തു. കൂടാതെ കീഴറക്കാവിൽ 2018 സൗജന്യ മോരും വെള്ളം വിതരണവും നടത്തി നാടിനകം നിറഞ്ഞ വോക്ക് പ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നു. ആരോഗ്യരംഗത്തും ഞങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തി. അശരണരായ രോഗികൾക്ക് അവരുടെ ആവശ്യം അറിഞ്ഞുകൊണ്ടുള്ള രക്തദാനം, സാമ്പത്തിക സഹായവും ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയും അവരെ ചേർത്ത് പിടിച്ചു. 31/8/2019 നടന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, സൗജന്യ മരുന്ന് വിതരണം, കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മധുവാര്യർ സാറിൻ്റെ നേതൃത്വം, പ്രഗത്ഭരായ ഡോക്ടർമാർ, സ്റ്റാഫ്, ഫാർമസിസ്റ്റുകൾ എന്നിവരടങ്ങുന്ന മികച്ച ടീം. മികച്ച പ്രതികരണമായിരുന്നു ആ ക്യാമ്പിന് ഞങ്ങൾക്ക് ലഭിച്ചത്. വോക്ക് നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഡിഫറൻ്റ്ലി ഏബിളായ ഒരു കൂട്ടം കലാകാരന്മാരായ ഫ്ലൈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാനമേള. നാടിതുവരെ കാണാത്ത സംഗീത വിരുന്ന് നമ്മുടെ കീഴറയിൽ ഒരു ചരിത്ര സംഭവമായിരുന്നു. പലതിനും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന നാം വിഷം കലർന്ന പച്ചക്കറികളാണ് കഴിക്കുന്നതെന്ന് നാടിനെ ബോധ്യപ്പെടുത്തുവാനും ഈ മേഖലയിൽ സ്വയം പര്യാപ്തമാകുവാനും അടുക്കളത്തോട്ടം പദ്ധതി ആരംഭിച്ചു. ഓണത്തിന് വിഷരഹിത ജൈവ പച്ചക്കറി എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത് 61 അടുക്കളത്തോട്ടങ്ങൾ. പ്രത്യേക ജൂറി ഇവരിൽ 10 പേരെ തിരഞ്ഞെടുത്തു. ഒന്നാം സമ്മാനമായി 5001 രൂപയും രണ്ടാം സമ്മാനമായി 3001 രൂപയും 8 പേർക്ക് പ്രോത്സാഹനമായി കേഷ് അവാർഡുകളും നൽകി ആദരിച്ചു. മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും അനുഗ്രഹമാണ് എന്തിനുമേതിനും നമുക്ക് ഊർജം പകരുന്നത്. അവരുടെ തണലിൽ നാം സുരക്ഷിതരുമാണ്. നമ്മുടെ കീഴറ, നമ്മുടെ KNLP, അറിവിൻ്റെ ഉറവിടമായ നമ്മുടെ കീഴറ സ്കൂൾ, അവിടുത്തെ അധ്യാപകർ, വിരമിച്ചവർ, മൺമറഞ്ഞു പോയവർ, ഇപ്പോഴും തുടരുന്നവർ, മൺമറഞ്ഞവരെ സ്മരിച്ചുകൊണ്ടും വിരമിച്ചവരെ ആദരിച്ചുകൊണ്ടും ഗുരുസ്മരണയും ഗുരുവന്ദനവും നടത്തി. വോക്ക് അവരുടെ അനുഗ്രഹത്താൽ 2018 അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ 1ാം ക്ലാസ് സ്മാർട്ട് ക്ലാസ്സാക്കി മാറ്റി വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവാത്മക മാറ്റത്തിന് തുടക്കം കുറിച്ചു. 2018 പ്രളയക്കെടുതിയിൽ കേരളം പകച്ചു നിന്നപ്പോൾ വയനാട്ടിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ 2 വാർഡുകളിൽ ഭക്ഷണ സാധനങ്ങൾ, പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, പുൽപ്പായകൾ, ബക്കറ്റ്, കപ്പ് തുടങ്ങിയ കിറ്റുകളുമായി വോക്ക് പ്രവർത്തകരുടെ സന്നദ്ധ പ്രവർത്തനം. 2019 കോവിഡ് കാലത്ത് പ്രശസ്ത ഹോമിയോ ഡോക്ടർ TC മോഹനൻ അവർകൾ സ്പോൺസർ ചെയ്ത ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണം. അതേസമയം കേരള സർക്കാർ നടത്തുന്ന ഓൺലൈൻ പഠനത്തിനായുള്ള PK അനിൽകുമാർ കൂളിച്ചാൽ, PK ആനന്ദ് കൂളിച്ചാൽ എന്നിവർ ചേർന്ന് 6 സ്മാർട്ട് TV-കൾ കീഴറയിലും പരിസര പ്രദേശങ്ങളിലും നൽകുകയുണ്ടായി. വാണി ഹരീന്ദ്രൻ നൽകിയ ഫോൺ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിക്കും, കുടുംബസുഹൃത്ത് നൽകിയ ലാപ്ടോപ്പ് മറ്റൊരു വിദ്യാർത്ഥിനിക്കും നൽകുവാൻ കഴിഞ്ഞു. കോവിഡ് കാലത്ത് തിരഞ്ഞെടുത്ത ഭവനങ്ങളിൽ പച്ചക്കറി കിറ്റും മഹാമാരിക്കാലം ആനന്ദകരമാക്കുവാൻ ഓൺലൈൻ പുഞ്ചിരി മത്സരം, ക്വിസ്, മൊബൈൽ ഫോട്ടോഗ്രാഫി എന്നിവയും കോഴിക്കോട്ടെ പൂമ്പാറ്റ നിരീക്ഷകൻ നവീൻ പ്രസാദ് അലക്സ് പൂമ്പാറ്റകളുടെ ലോകം എന്ന ഓൺലൈൻ ക്ലാസും സംഘടിപ്പിച്ചു. ഇതേ സമയം തന്നെ നാടിന് വെളിച്ചമായും സഹായമായും നിന്ന KSEB, ഫയർഫോഴ്സ് തുടങ്ങിയവയിലെ ജീവനക്കാരെ വോക്കിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീ ധനരാജ് കീഴറ താൻ തന്നെ നിർമ്മിച്ച ബോട്ടിൽ ചിത്രങ്ങൾ സമ്മാനിച്ച്
ആദരിച്ചു. യുദ്ധങ്ങളും ഭീകരാക്രമണങ്ങളും നമ്മെ എത്രത്തോളം തളർത്തുന്നുവെന്ന് നാം ഏറെ കണ്ടതാണ്. അങ്ങനെ ഒന്നായിരുന്നു മുംബൈ ഭീകരാക്രമണം. അതിൽ പങ്കെടുക്കുകയും പരിക്കേൽക്കുകയും മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നടന്നു കയറുകയും ചെയ്ത ശൗര്യചക്ര പദവി കരസ്ഥമാക്കിയ മുൻ NSG കമാൻഡോ PV മനേഷ്, ഫോക്ലോർ, APJ അബ്ദുൽ കലാം അക്കാദമിക് ലീഡർ, JC ഡാനിയൽ നന്മ പുരസ്കാരം, ഡോക്ടറേറ്റ് തുടങ്ങി മറ്റു പല മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ചവർ, LSS, USS തുടങ്ങി ഉന്നതമായ വിദ്യാഭ്യാസ മികവ് തെളിയിച്ചവർ, കീഴറയുടെ അഭിമാനമായി മാറിയവർ എന്നിവരെയൊക്കെ വോക്ക് പല ഘട്ടങ്ങളായി നേരിട്ടും വീടുകളിൽ ചെന്നും അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാനവരാശിയെ കാർന്നു തിന്നുന്ന ഒന്നാണ് ലഹരി. നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെയല്ലാതെ നമുക്കത് തടയുവാൻ കഴിയില്ല. ലഹരിമുക്ത പ്രതിജ്ഞ നടത്തി വോക്ക് ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങി. ഭിക്ഷാടന മാഫിയക്കെതിരെ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിച്ചു. വോക്ക് കീഴറയും പയ്യന്നൂർ ഫയർഫോഴ്സും സംയുക്തമായി അടിയന്തര ഘട്ടങ്ങളിലെ പ്രാഥമിക ചികിത്സയെക്കുറിച്ചുള്ള ഫസ്റ്റ് എയ്ഡ് ടിപ്പ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. SI ശ്രീ കാവുമ്പായി രാധാകൃഷ്ണൻ സാർ സൈബർ കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവ് പകർന്നു. ശ്രീ PO മുരളീധരൻ സാർ ഇന്നത്തെ തലമുറ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ഇങ്ങനെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വോക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. മെമ്പർമാരുടെയും ഒപ്പം നിൽക്കുന്നവരുടെയും മാനസികോല്ലാസം ലക്ഷ്യമാക്കി വയനാട് ടൂറും രാമായണ മാസത്തിൽ നാലമ്പല ദർശനവും സംഘടിപ്പിക്കുകയും അംഗങ്ങളെ കോൽക്കളി പരിശീലിപ്പിച്ച് പ്രദർശനം സാധ്യമാക്കുവാനും വോക്കിന് കഴിഞ്ഞിട്ടുണ്ട്. മഹാമാരിക്കാലം മാറ്റി നിർത്തിയാൽ എല്ലാ വർഷവും ചാലിൽ വയലിൽ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ച വോക്ക് നിരവധി കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. മെഗാ ഷോ, സ്ത്രീകളുടെ ചരടുകുത്തിക്കളി, കോൽക്കളി, നാടകങ്ങൾ തുടങ്ങി കുട്ടികളെയും സ്ത്രീകളെയും നൃത്തവും മറ്റും പരിശീലിപ്പിച്ച് ഏറ്റവും നന്നായി വാർഷികാഘോഷ പരിപാടികൾ നടത്തുവാനായതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലം നാടിൻ്റെ സ്പന്ദനമറിഞ്ഞ് പ്രവർത്തിക്കാനായത് നമ്മുടെ കീഴറയുടെ ജനപിന്തുണയും സ്പോൺസർമാരുടെ നല്ല മനസ്സും കൂപ്പൺ നറുക്കെടുപ്പിലെ വരുമാനവും ഓരോ സമയവും അംഗങ്ങൾ സന്തോഷപൂർവ്വം നൽകി വരുന്ന വിഹിതവും ചേർത്തുവച്ചാണ് 8ാം വർഷവും യാത്ര തുടരുന്നത്. പരസ്യമായ പിരിവുകളൊന്നും നടത്താത്ത വോക്ക് യാത്ര തുടരുകയാണ്. നിങ്ങൾ ഓരോരുത്തരും കൂടെയുണ്ടാകുമെന്നത് മാത്രമാണ് ഞങ്ങളുടെ ഊർജവും കരുത്തും. ഞങ്ങളുടെ 8 വർഷങ്ങൾ ചെറുവാക്കുകളിൽ ഒതുക്കിക്കൊണ്ട് ഈ സംക്ഷിപ്ത രൂപം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അംഗീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ കൈയടിക്കാം, ഇല്ലെങ്കിൽ സ്നേഹപൂർവം തിരുത്തുകയുമാവാം. ഇനി 8ാം വാർഷിക ആഘോഷമാണ്. വോക്ക് അവതരിപ്പിക്കുന്ന കലാപരിപാടികൾക്ക് പുറമെ ചിരിയും ചിന്തയും നൃത്തവും സംഗീതവും സമന്വയിക്കുന്ന മെഗാ ഷോ കാണുക, കൂടെ നിൽക്കുക. നന്ദി, നമസ്കാരം.